നമസ്കാരം. തിരുനാവായിൽ നടക്കുന്ന മഹാമാഘം ഉത്സവം എന്തായാലും ഒരു കാര്യം കേരളത്തെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിലെ ജെൻസി പൊളിയാണ്. ഈ പറയുന്നത് പോലെ അവരുടെ ഇടയിലും ചില്ലറ കേടായ ആപ്പിളുകൾ കാണാം, അല്ലെങ്കിൽ ചില വിഷവിത്തുകൾ അവരുടെ ഇടയിലും കാണാം. അതിൻ്റെ പേരിൽ അവർ ഒരുപാട് ചീത്തപ്പേരുകളും കേൾക്കുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം എന്നുള്ള നിലയിൽ ജെൻസിയെ കാണുമ്പോൾ, അതായത് പുതിയ തലമുറയെ കാണുമ്പോൾ അവർ പൊളിയാണ് എന്നുള്ളൊരു സന്ദേശമാണ് തിരുനാവായിൽ നടക്കുന്ന മഹാമാഘം ഉത്സവം കേരളത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത്. കാരണം തിരുനാവായിൽ നടക്കുന്ന മഹാമാഘം ഉത്സവത്തെ തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അപ്പോഴാണ് മഹാമാഘം ഉത്സവത്തിൻ്റെ മഹാമണ്ഡലേശ്വർ ആയി നിശ്ചയിക്കപ്പെട്ട, മഹാമണ്ഡലേശ്വർ എന്ന് പറഞ്ഞാൽ ആ കാര്യപരിപാടികളുടെ പ്രധാന രക്ഷാധികാരി അല്ലെങ്കിൽ നടത്തിപ്പുകാരൻ ആയി നിശ്ചയിക്കപ്പെട്ട സ്വാമി ആനന്ദവനം മുന്നിട്ടിറങ്ങി ആരെതിർത്താലും ഞങ്ങൾ ഈ പരിപാടി നടത്തും. അതായത് മഹാമാഘം സംബന്ധിച്ച് എത്തുന്ന ആളുകളുടെ സുഖസൗകര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു സൗകര്യാർത്ഥം നിർമ്മിച്ചുകൊണ്ടിരുന്ന ശൗചാലയങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാനിക്കാറായ ഘട്ടത്തിൽ, അതായത് മഹാമാഘം തുടങ്ങുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകപ്പെട്ടു. ജില്ലാ കളക്ടറും പോലീസ് സേനാ ഉദ്യോഗസ്ഥരും ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് നേരിട്ട് ഇതിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. ഈ ഉത്സവം കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന ആ ഉത്സവം നടത്താൻ യാതൊരു രീതിയിലും അനുവദിക്കാതിരിക്കുക എന്നുള്ളൊരു ആശയമായിരുന്നു അവരുടെ ഈ സ്റ്റോപ്പ് മെമ്മോയുടെ പിന്നിൽ എന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷേ സ്വാമി ആനന്ദവനം മുന്നിട്ടിറങ്ങി പ്രഖ്യാപിച്ചു, ആരെതിർത്താലും ഈ ഉത്സവം നടന്നിരിക്കും. അദ്ദേഹം പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് നടത്തി കാണിക്കുകയും ചെയ്തു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 3 വരെ വളരെ ഭംഗിയായി തന്നെ അത് നടക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിലാണ് ജെൻസി പ്രതികരിച്ചത്. സ്വാമി പൊളിയാണ്. അവർ പ്രതികരിക്കുക മാത്രമല്ല, ഈ മഹാമാഘം ഉത്സവത്തോടനുബന്ധിച്ചുള്ള നിളാരതി പോലുള്ള ചടങ്ങുകളിൽ ആയിരക്കണക്കിന് യുവാക്കളാണ് വന്ന് പങ്കെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ജെൻസി പൊളിയാണെന്ന് എങ്ങനെ പറയാതിരിക്കും? ഈ ജെൻസി പൊളിയാണെന്ന് പറയുന്നതിന് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. കാരണം എൻ്റെയും നിങ്ങളുടെയും തലമുറ, മില്ലിയനൽസ് ആവട്ടെ, ബൂമേഴ്സ് ആവട്ടെ, അതിനും പുറകോട്ടുള്ള നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഒക്കെ തലമുറയാകട്ടെ, ഇവരുടെയൊക്കെ ഉള്ളിൽ, നമ്മുടെയും ഇവരുടെയും ഒക്കെ ഉള്ളിൽ ഊട്ടിയുറപ്പിച്ചിരുന്നൊരു ധാരണയുണ്ടായിരുന്നു. ഹിന്ദുത്വം, ആ അസ്തിത്വം നമ്മൾ ഉൾക്കൊള്ളുന്നതും അതിൽ അഭിമാനം കൊള്ളുന്നതും അപമാനകരമായൊരു സംഗതിയാണ്. അത് നെഹ്റുവിയൻ ഭരണമാകട്ടെ, അതിനു മുമ്പുള്ള ബ്രിട്ടീഷ് ഭരണമാകട്ടെ, അതിനു മുമ്പുള്ള മുഗൾ ഭരണമാകട്ടെ, ഈ അധിനിവേശ ഭരണം ആരൊക്കെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നു, ആക്രമണങ്ങളിലൂടെ കൊണ്ടുവന്നു, മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ, അവർ ഏത് നയമാണോ ഹിന്ദുത്വം എന്ന അസ്തിത്വത്തിന് നേരെ അവലംബിച്ചിരുന്നത്, അതേ നയം തന്നെ, ഏതാണ്ട് അതേ രീതിയിൽ അക്രമമില്ലായിരുന്നു, ഒരു നയതന്ത്രത്തിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ തീരുമാനങ്ങളിലൂടെ, നിയമങ്ങളിലൂടെ ഒക്കെ നെഹ്റുവിയൻ ഭരണവും അനുവർത്തിച്ചു വന്നു. അതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: ഹിന്ദുത്വം എന്ന അസ്തിത്വത്തിൽ അഭിമാനം കൊള്ളുവാൻ ഹിന്ദുവിനെ അനുവദിക്കാതെ അവരെ ഭിന്നിപ്പിച്ച് നിർത്തി എന്നും ഭരണത്തിൽ സുഖിച്ച് കഴിയുക. സോമനാഥ് ക്ഷേത്രത്തിൻ്റെ ആക്രമണകാരികൾ നിരവധി തവണ തകർത്ത ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഉദാത്തമായ ഉജ്ജ്വലമായ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിലൊന്നായ സോമനാഥ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തെ സംബന്ധിച്ച് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റു പ്രകടിപ്പിച്ച അസ്വസ്ഥത ചരിത്രമാണ്. സമീപകാലത്ത് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു, സോമനാഥ് ഗർവ് പർവ് എന്ന പരിപാടിയിലൂടെ. ഇനി നെഹ്റുവിൻ്റെ പിൻഗാമികളായിട്ട് വന്ന ഭരണാധികാരികൾ, പ്രധാനമന്ത്രിമാർ മാത്രമല്ല, സംസ്ഥാനങ്ങളിലാവട്ടെ, ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വരൂ, ദ്രാവിഡ കക്ഷികൾ, ഈ ഹിന്ദുത്വം എന്ന അസ്തിത്വത്തിനെതിരെ ഉണ്ടായ രാഷ്ട്രീയ കക്ഷികളാണിവരെല്ലാം. അവരിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കൂ. തിരുപ്പുറംകുന്றம் മുരുകൻ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ തകർക്കുവാൻ നിരന്തരമായുള്ള അവരുടെ ശ്രമങ്ങൾ, ഇപ്പോൾ ഈ കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന തിരുനാവായ മഹാമാഘ ഉത്സവത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെട്ട മഹാമേരു രഥയാത്രയെ തടഞ്ഞത്, അതിന് എതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെയെല്ലാം അല്ലെങ്കിൽ അതിന് എതിരെ ശബ്ദിക്കുന്നവരെയെല്ലാം ജയിലിലടക്കുകയും നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ സ്റ്റോപ്പ് മെമ്മോ മഹാമാഘ ഉത്സവത്തിന് നൽകപ്പെട്ടത് ഏറ്റവും അവസാനത്തെ ശ്രമമാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനമാകട്ടെ, ഏതൊരു തരത്തിലും
ഹിന്ദു എന്ന അസ്തിത്വത്തെ തകർക്കുക, അതിൽ അഭിമാനം കൊള്ളുന്നതിൽ നിന്ന് ഹൈന്ദവനെ തടയുക എന്നുള്ള ഉദ്ദേശം നടപ്പാക്കുവാൻ ഇവർ പല രീതിയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയാണ് ജെൻസി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്, അല്ലെങ്കിൽ ശബ്ദിച്ചു വരുന്നത്. അപ്പോൾ ഇത് ഈ മഹാമാഘോത്സവത്തിൽ ജെൻസിയുടെ പങ്കാളിത്തം എന്നുള്ളത് ഈ ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവത, ഹിന്ദുത്വം എന്ന അസ്തിത്വം അഭിമാനപൂർവ്വം അവർ ഉൾക്കൊള്ളുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ്. തൊട്ടു മുൻപാണെങ്കിൽ നന്ദഗോവിന്ദം ഭജൻസ്, പല രീതിയിൽ നന്ദഗോവിന്ദം ഭജൻസിന് വിഘ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ഈ മഹാമാഘോത്സവത്തിന് നേരെയോ അല്ലെങ്കിൽ തിരുപ്പുറംകുன்றത്തിന് നേരെയോ സോമനാഥ ക്ഷേത്രത്തിന് നേരെയോ ഒക്കെ നടന്ന ശ്രമങ്ങൾ പോലെ തന്നെ നന്ദഗോവിന്ദം ഭജൻസ് പ്രശസ്തി നേടുന്നതിൽ നിന്നും അവരുടെ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഭജനകൾ ജനങ്ങളിലേക്ക് എത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടോ നിരവധി ശ്രമങ്ങളുണ്ടായി. എന്നിരുന്നാലും ജെൻസി അവരെ അങ്ങ് ഏറ്റെടുത്തു. ഭജനം റാപ്പായിട്ടൊന്നും വേണ്ട, ഞങ്ങൾക്കൊരു ബലാത്സംഗ കേസിൽപ്പെട്ടവൻ്റെയോ അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ച് കിറങ്ങി നടക്കുന്നവൻ്റെയോ ഗാനങ്ങളോ റാപ്പോ ഒന്നും വേണ്ട, നല്ല സംഗീതം, ഭജനമാകട്ടെ ഭക്തിഗാനങ്ങളാവട്ടെ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അവതരിപ്പിച്ചാൽ ഞങ്ങൾ ഇരുകൈകളും നീട്ടി അതിനെ സ്വീകരിക്കും എന്ന് ജെൻസി ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു. അതിൻ്റെ പരിണാമം എന്തായിരുന്നു? നിരവധി ഭജന സംഘങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. നല്ല കാര്യമല്ലേ? അതുപോലെ തന്നെയാണ് തിരുപ്പുറംകുன்றത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് യുവാക്കളാണ്. BJPയും ഹിന്ദു സംഘടനകളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും മുന്നിൽ നിന്ന് ആ ദീപം തെളിയിച്ചേ ഞങ്ങൾ പിന്മാറൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് ജെൻസി എന്ന് വിളിക്കുന്ന യുവതീ യുവാക്കൾ തന്നെയാണ്. മുരുകൻ മാനാട് നടത്തിയത് തമിഴ്നാട്ടിൽ ഇതുപോലെ തന്നെ ഒരു വമ്പിച്ച ഉത്സവമായിട്ടാണ് ജെൻസി അതിനെ കൊണ്ടാടിയത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ജെൻസി പൊളിയാണ്. ഒരിക്കൽ 1000 വർഷങ്ങളോളം ഈ അസ്തിത്വം, അതായത് ഹിന്ദു എന്ന അസ്തിത്വം, ഐഡൻറ്റിറ്റി നിങ്ങൾ ഉൾക്കൊണ്ടാൽ അത് അപമാനകരമായൊരു സംഗതിയാണ്. നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. രാഖി കെട്ടുന്നത് അപമാനകരമാണ്, കുറി തൊടുന്നത് അപമാനകരമാണ്, അമ്പലത്തിൽ പോകുന്നത് അപമാനകരമാണ്, ആരുടെയെങ്കിലും കാല് തൊട്ട് വന്ദിച്ച് ഗുരുത്വം കാണിക്കുന്നത് അപമാനകരമാണ്, ഇതൊന്നും ട്രെൻഡല്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ ശ്രമിച്ച 1000 വർഷങ്ങൾ നീണ്ട ഒരു ദുഷ്പ്രചരണത്തെ അല്ലെങ്കിൽ ദുഷ്പ്രക്രിയയെ അല്ലെങ്കിൽ പ്രവൃത്തികളെ ജെൻസി ഇന്ന് തൻ്റെ ഇടത്തോടു കൂടി എതിർക്കുകയാണ്. എന്തായാലും ജെൻസി പൊളിയാണ്. നമസ്കാരം.